ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഒരു കപ്പ് മൈദ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂർ 1 മണിക്കൂറൊന്നും 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കണതാണ് നല്ലത്. അരമണിക്കൂർ കഴിഞ്ഞ് അത് മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പരത്തിയെടുക്കാം കേട്ടോ. പൊടി തൂക്കി കൊടുത്തിട്ടാണ്, മൈദപ്പൊടി തൂക്കിയിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല നൈസായി പരത്തിയെടുക്കുക കേട്ടോ. 2 ടീസ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ കേട്ടോ. അത് അതിന് മുകളിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറും കൂടെ വെക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പരത്തിയെടുക്കുക കേട്ടോ. പൊടി തൂക്കി കൊടുത്ത് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിന് മുകളിലും വീണ്ടും പേസ്റ്റ് തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായി പുരട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും മടക്കിയെടുക്കുക കേട്ടോ. മടക്ക് പൊറോട്ടയ്ക്ക് മടക്കില്ലേ, അതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇനി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്കതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. സവാളയൊക്കെ നല്ല വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് 1 സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ. മസാല ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ.
അതിലേക്ക് 1 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലേ, അത് നന്നായി പരത്തിയെടുക്കുക കേട്ടോ. നല്ല നൈസായി പരത്തിയെടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. പപ്സിൻ്റെ രൂപത്തിൽ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്പി ആയതുകൊണ്ട് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല പപ്സ്, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് നമ്മൾ പപ്സ് വാങ്ങില്ല കേട്ടോ. എണ്ണ നല്ല ചൂടായാൽ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഫില്ലിങ്ങൊന്നും പോരില്ല കേട്ടോ. അങ്ങനെ എണ്ണ വീഡിയോയിൽ കണ്ട പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള നല്ല അടർന്ന് വന്നിങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. നല്ല അകമൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നല്ല സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്പിയായ ഒരു പഫ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പപ്സ്. കഴിക്കാനും അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.